ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. യേശു ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ മാർത്ത മറിയ എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരെ ഭവനത്തിൽ സന്ദർശിക്കുകയും അവരുടെ ഭവനത്തിൽ യേശു കടക്കുന്ന സമയത്ത് മാർത്തയും മറിയയും യേശുവിനെ വളരെയധികം ശുശ്രൂഷിക്കുകയും ഭവനത്തിലുള്ള യേശുവിൻ്റെ വരവ് അവർ വളരെ ആഗ്രഹിക്കുകയും അവർ യേശുവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു വന്നതിന് ശേഷം മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ കേൾക്കുകയും യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുകയും ചെയ്തു. എന്നാൽ മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുകയും യേശുവിന് വേണ്ടി അധികം കാര്യങ്ങൾ ചെയ്യുവാനും യേശുവിനെ സൽക്കരിക്കുവാനും ഒക്കെയും മാർത്ത ആഗ്രഹിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന മധ്യത്തിൽ മാർത്ത ഇപ്രകാരം യേശുവിനോട് തൻ്റെ പരാതി പറഞ്ഞു, യേശുവിനോട് തൻ്റെ ചെറിയ പരിഭവം പറഞ്ഞു. തന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നു, എൻ്റെ ഈ സഹോദരിയായ മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ പരിഭവപ്പെട്ട് യേശുവിനോട് അവളുടെ പരാതി പറയുമ്പോൾ യേശു അവിടെ ഒരു ഉത്തരം മാർത്തയോട് പറയുന്നുണ്ട്. ഇപ്രകാരമാണ് യേശു പറയുന്നത്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല. യേശു പ്രകാരം മാർത്തയോട് പറഞ്ഞ്, മാർത്ത നീ എന്ത് പലതിനെക്കുറിച്ചും വിചാരപ്പെടുന്നു, നീ പലതിനെക്കുറിച്ചും എന്തിനു ചിന്തിക്കുന്നു? മറിയ തിരഞ്ഞെടുത്ത കാര്യം ഏറ്റവും ഉത്തമമായതാണ്. അവൾ തിരഞ്ഞെടുത്ത കാര്യം ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം, അതായത് യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത്. എന്നെ ഇന്ന് കാണുന്ന സഹോദരിമാരോടാകട്ടെ, ഇങ്ങനെ ജീവിതത്തിൽ പല ഭാരങ്ങൾ പ്രയാസങ്ങളാൽ ആകുലപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, യേശു വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, യേശു വളരെ വ്യക്തമായി മാർത്തയോട് അവൾ പലതിനെ ചൊല്ലി വിലപിക്കുമ്പോൾ, പലതിനെ ചൊല്ലി ഭാരപ്പെടുമ്പോൾ, പല കാര്യങ്ങളെക്കുറിച്ച് അവളുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ യേശു ഇങ്ങനെ പറയുന്നത്, നീ എൻ്റെ അടുത്ത് വന്നൊന്ന് ഇരിക്കുക, നീ എൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ നീ ഒന്ന് കേൾക്കുക. ആമേൻ. ആ യേശുവിൻ്റെ സന്നിധിയിൽ നീ എൻ്റെ അടുക്കൽ വന്നിരിക്കുമ്പോൾ ആമേൻ, നിൻ്റെ സകല ഭാരങ്ങളെ മാറ്റുവാനും നിൻ്റെ സകല പ്രയാസത്തെ മാറ്റുവാനും ഞാൻ മതിയാവനാണ്. മറിയ തിരഞ്ഞെടുത്തത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും, മറിയ തിരഞ്ഞെടുത്തത് ഏറ്റവും ശ്രേഷ്ഠകരമായതും, മറിയ തിരഞ്ഞെടുത്തത് ഏറ്റവും വിലയേറിയതുമായിട്ടുള്ളൊരു അനുഭവമാണ്. ജീവിതത്തിൽ തന്നെ കാണുന്ന ഓരോരുത്തരോടും പറയട്ടെ, യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, യേശുവിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുമ്പോൾ, മറ്റെന്തിനേക്കാളും യേശുവിന് നിങ്ങൾ ജീവിതത്തിൽ മുൻസ്ഥാനം കൊടുക്കുമ്പോൾ, യേശുവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ മുൻസ്ഥാനം കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പല പ്രതികൂലങ്ങളെയും പല പ്രശ്നങ്ങളെയും നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന, നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ കൊണ്ടുവരുന്ന പല പ്രശ്നങ്ങളെയും മാറ്റുവാൻ ഈ യേശുവിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കുമെങ്കിൽ, ദൈവവചനം അങ്ങനെ ഉറപ്പ് പറയുന്നെങ്കിൽ ഒരു തീരുമാനം എടുക്കാമോ? ഞാൻ പലതിനെ ചൊല്ലി ഭാരപ്പെടുകയല്ല, പലതിനെ ചൊല്ലി ഞാൻ വിലപിക്കുകയല്ല. ഞാൻ ഒരൊറ്റ കാര്യം ഇന്നു മുതൽ ഞാൻ തീരുമാനം എടുക്കാൻ പോവാണ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പോവാണ്. ആ യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ എല്ലാ ഭാരങ്ങളും മാറിപ്പോവും. ഈ ചിന്തയാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.